ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരു ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ തലേ ദിവസം തന്നെ ബർത്ത്ഡേ പ്രോഗ്രാമൊക്കെ തുടങ്ങിട്ടോ. അങ്ങനെയൊന്നുമില്ല, ഉപ്പപ്പാൻ്റെ വക ഒരു പാക്ക് മിഠായിയൊക്കെ കൊടുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് തുടക്കം. പിന്നെ രാവിലെ ഇതുപോലെ കോഴിമുട്ടക്കറി ആയിരുന്നു, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ പത്തിരി ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. ഇതിന് കുറച്ച് മുൻപായിരുന്നു പായസം എന്ന് പറഞ്ഞ പോലെ കുറച്ച് മുൻപ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ പറ്റിയില്ല. പിന്നെ എന്നാണ് ചെയ്തത്. അതിനുശേഷം മോൾക്കൊരു ചെറിയ സർപ്രൈസ് കൊടുത്ത് അത് ഷോർട്സായിട്ട് മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിനുള്ള പരിപാടിയൊക്കെ നോക്കാൻ തുടങ്ങി. ഉച്ചക്കത്തെ കേട്ടോ, രാവിലെ പത്തിനും കോഴിമുട്ടക്കറിയൊക്കെ ഇരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫ് കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആർഭാടായിട്ട് എല്ലാ തവണയും അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറൊന്നുമില്ല കേട്ടോ. എല്ലാ വർഷവും ഓരോ കേക്ക് കട്ട് ചെയ്യും, അത്ര തന്നെ. പക്ഷേ ഇത്തവണ നമ്മൾ വെറുതെ നമുക്ക് ഒന്ന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആഘോഷിക്കണം എന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തതെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ റെഡിയായി. പിന്നെ പായസത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു, അതും വേഗം തന്നെ സെറ്റാക്കി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോറ്. ബീഫ് കറി ഞാൻ ഉണ്ടാക്കിയ കാരണം എന്താണെന്ന് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. നെയ്ച്ചോറും ഉമ്മ ചെയ്താണ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്. പിന്നെ അതിൻ്റെ കൂടെ നാരങ്ങച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ എല്ലാം കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന കച്ചമ്പറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ വൈകുന്നേരം അപ്പോൾ എല്ലാവരും പായസമൊക്കെ കുടിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസം എന്താ പറയുക, എല്ലാവർക്കും പൊതുവേ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയല്ലേ. അതിന് ബദാമും ഉണക്കമുന്തിരിയും കൂടെയാണ് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, വറവിടുന്ന പോലെ. പിന്നെ രാത്രി അയക്കുമ്പോൾ അനിയെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കേക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞാൽ നിന്നിരുന്നത്, പിന്നെ അവൻ രാത്രി കൊണ്ടുവന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല പോലെ തന്നെ കടന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. നമ്മളുടെ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്